എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പ്ലീറ്റുള്ള നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് 290ൻ്റെ നൈറ്റി ബിറ്റാണ്. അപ്പോൾ ആദ്യം നമ്മളിത് രണ്ടായിട്ട് മടക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്നുകൂടെ മടക്കിയെടുക്കുക. മൊത്തം 4 മടക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡറിന് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 7.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുക. ഏഴര ആം ഹോൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് താഴോട്ടൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഇവിടെ സ്ക്വയർ വരയ്ക്കുക. ഇവിടെ നമുക്ക് ഇതേപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ആം ഹോൾ വരയ്ക്കുക. അതുപോലെ ഇവിടെയും വരയ്ക്കുക. ഇനി വന്നിട്ട് ഇവിടെ നിന്ന് ഒരു 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 10 ഇഞ്ചിൽ നിന്ന് ഇവിടേക്ക് റൗണ്ടിൽ ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് ഇതേപോലെ വരച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ കരഭാഗമാണ്, നമ്മൾ മടക്കി അടിക്കുന്നില്ല. 7.5 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. 8 ഇഞ്ച് മാർക്ക് ചെയ്യുക, തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട്. കൈയിൻ്റെ ആം ഹോൾ വേണ്ടത് നമുക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടാം. ഇവിടെയും നമുക്ക് 1 ഇഞ്ച് തയ്യൽത്തുമ്പാണ്. അതിനുശേഷം ഇവിടെ നിന്ന് ഇതേപോലെ വരയ്ക്കുക. 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഇതേപോലെ സ്ലീവ് വരച്ചെടുക്കുക. ഇനി ഇവിടെ ഒരു 7 ഇഞ്ച് താഴെയായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ 1 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്യുക. ഇത് ഇത്തിരി നമ്മൾ ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇവിടെ മാത്രം ഇത്ര 1 ഇഞ്ച് ഷേപ്പേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യുക. ഇനി ഇവിടുന്ന് ഇതിനൊപ്പം വെച്ചിട്ട് യോക്കിൻ്റെ ഇതുവരെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എത്ര അകലുണ്ടോ നോക്കുക. അപ്പോൾ ഇതൊരു 3.5 ഇഞ്ച് വരുന്നുണ്ട്. അതുകൂടെ ഒരു 3.5 ഇഞ്ചും കൂടെ ചേർത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു അടയാളം ഇടുക. ഇവിടെ നിന്ന് ഇതുവരെ നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഇടും. ഇവിടെ ഇതിങ്ങനെ തന്നെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറക്കം നമ്മൾ മാക്സിമം എടുക്കുകയാണ്. ഇതൊരു 55 ഇഞ്ച് ഇറക്കം കിട്ടും. ഇനി ഈ യോക്കിൽ നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യണം. കഴുത്ത് വന്നിട്ട് 3.25 ഇഞ്ച്. ഇത് പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. 3.25 ഇഞ്ച് വീതി, ഇറക്കം 6 ഇഞ്ച്. അതേപോലെ ബാക്ക് ഇറക്കം 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഇതേപോലെ വരയ്ക്കുക. ഇവിടെ നിന്നിട്ട് ഒരല്പം റൗണ്ട് ഷേപ്പ് എടുക്കുക. ഷോൾഡർ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുക. ഇനി ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അതിനുശേഷം ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യുക.
ഇനി ബാക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ഈ ഷേപ്പാണ് വരുന്നത്. ഇവിടെ നമ്മളത് കട്ട് ചെയ്യും. ഇതിൽ യോക്കിൽ നമ്മൾ ലൈനിങ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇത് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ പീസ് നമുക്ക് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ക്രോസിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് പൈപ്പിങ്ങിൽ ത്രെഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇത് മാർക്ക് ചെയ്തെടുക്കുക. ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ യോക്കുകൾ അടിച്ചെടുക്കാം. ഇത് ബാക്ക് പീസ് ഇത് ഒപ്പം വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഈ കഴുത്ത് മാത്രം അടിച്ചെടുക്കുക. ഇനി ഈ ഫ്രണ്ട് പോർഷനും അതേപോലെ അടിച്ചെടുക്കാം. ഫ്രണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യണം, കാരണം ഇവിടെ 2 ഹുക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ തയ്യൽ നേരെ താഴേക്ക് എടുക്കാം. ഇത് ഇതേപോലെ അടിമറിച്ചെടുക്കുക. അതേപോലെ അടിമറിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ എല്ലാം ഒന്ന് ചേർത്ത് അടിക്കാം. ഇനി നമുക്കിവിടെ ഈ നെക്കിലും ഇവിടെയും പൈപ്പിംഗ് കൊടുക്കണം. ഇതേപോലെ 2 ക്രോസ് പീസ് എടുത്തിട്ട് ഒരു സൈഡ് ഇതേപോലെ ആദ്യം മടക്കി അടിക്കുക. അതിനുശേഷം ഇതേപോലെ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു തയ്യലിടാം. ഇനി നമുക്ക് ഈ പ്രഷർ പൂട്ട് ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം ഈ പീസ് ഇതിനൊപ്പം വെച്ചിട്ട് അടിച്ചെടുക്കുക. അതേപോലെ അടിച്ചെടുക്കുക. ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന് അതിനുശേഷം അത് തിരിച്ചെടുക്കുക. എന്നിട്ട് ഈ പീസിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇതുവരേക്കും അടിക്കുക. ഇനി ഇതിൽ 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലും കൂടി ഇടാം. ഇത് ഹുക്കിൻ്റെ ഐ വയ്ക്കാനാണ്, 2 ഹുക്കാണ് വയ്ക്കുന്നത്. ഇനി ഇതേപോലെ വെച്ചിട്ട് ഇവിടെ ചേർത്ത് അടിക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിവശത്ത് നമ്മൾ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് മേൽത്തയിലിടുക. ഇവിടെ അതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലിടാം. ഇനി ഇത് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതുവരേക്ക് അടയാളിട്ടുണ്ട്. ഇതിൽ പ്ലേറ്റുകൾ ഇടാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് അതിന് മേലെ ഇത് വെച്ചിട്ട് മേലെ ഒരു തയ്യലിടാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ
സൈഡിൽ കൂടെ തയ്ക്കുക. അതിന് ശേഷം ഈ 1/4 ഇഞ്ച് തയ്യലിട്ടാലും മതി. ഇനി ഏതായാലും ഇവിടെ ഒരു തയ്യലും കൂടി ഇടാം. ഇവിടെ അതേപോലെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഈ ഷോൾഡർ കവർ ചെയ്ത് അടിക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ അടിച്ചെടുക്കുക. അതുപോലെ ഇവിടെ അടിച്ചെടുക്കാം. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അതിനുശേഷം ഇതിന് മേലെ ഒരു തയ്യലിടാം. ഇനി ഇവിടെ ഈ ലൈനിങ്ങും ഈ ക്ലോത്തും കൂടെ ചേർത്തടിക്കാം. ഇവിടെ നമ്മളിത് നേരെ ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് അടിക്കുന്നത്. അതിനുശേഷം ഒരു മേൽത്തൈലിടാം. ഇനി ഇതിൽ നമുക്ക് കൈകൾ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യത്തുമ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതുവരേക്ക് 1 ഇഞ്ച് ഇടുക, പിന്നെ ഇങ്ങോട്ട് കുറച്ച് വന്നാൽ മതി. അപ്പോൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ട് അടിക്കാം. ബോട്ട് ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കിയിട്ട് വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് അടിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് 2/90 55 ഇഞ്ച് ഇറക്കം കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.